പണ്ട് തന്നെ സമൂഹത്തിൽ കുറം പറയുന്നവർ കുറവർ എന്നാണ്. സമൂഹത്തിൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു കുറവർ. അവർ ട്രൈബൽ കമ്മ്യൂണിറ്റി കൂട്ടമായി യാത്ര ചെയ്ത് ഒരുപാട് ഇടങ്ങളിൽ ഈ വിവരങ്ങൾ പറയുന്ന ഒരു വിഭാഗം. ഈ കലാരൂപത്തെ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇതും അത്തരത്തിലുള്ള ഒരു കുറവാണ് എന്ന് കണ്ടുകൊണ്ട്, സമൂഹത്തിൻ്റെ ഒരു കുറവാണ്, ബോധത്തിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഈ ഒരു കലാരൂപത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊരു നാടൻ പാട്ടോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിക്കാം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആ മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിൽക്കണ പെണ്ണിനെ കണ്ടേ. മുത്തു കണ്ട് ചിപ്പി കണ്ട് മുത്തോലക്കുടയും കണ്ടേ, ഒരു മുത്തു വിൽക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലാഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലാഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ആ കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ആ പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഇവിടെ തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. ആ പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഇവിടെ തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ പറഞ്ഞ കഥ. ആ ആരോമൽ ചേകവരുടെ പെങ്ങളാണ് ഉണ്ണിയാർച്ച, അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ. ആരോമൽ ചേകവരുടെ പെങ്ങളാണ് ഉണ്ണിയാർച്ച, അംഗം വെട്ടണ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ, എല്ലാരും പാടും, എല്ലാരും പാടിക്കോ. കൊഞ്ചി പറഞ്ഞ കഥ. ആ കേൾക്കണോ പ്രിയ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഓക്കെ, ഇവിടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ഈ സന്തോഷവും ആരവങ്ങളും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടെ പറയുന്ന ചെവിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലാകമാനം നമ്മളുടെ ജീവിതം സന്തോഷപ്രദമാവട്ടെ. ഞങ്ങൾ കുറവരശ് കളിയിലേക്ക് കടക്കുകയാണ്. കണ്ട, നമ്മളിപ്പോൾ ഓടി 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 ഇതാ പാലക്കാട് നിന്ന് ആരംഭിച്ച ജാഥയാ. പിന്നെയും നമ്മൾ പാലക്കാട് തന്നെ 1-ാം തീയതി വന്നിരിക്കുക. കണ്ടോ, ഈ ആളുകളുടെ ഇടയിൽ നമ്മൾ ഈ ബോധവൽക്കരണത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ശരിക്കും? ഇവരൊക്കെ നല്ല ബോധമുള്ള മനുഷ്യർ തന്നെയല്ലേ?
വന്ന സ്ഥിതിക്ക് മാഷെ ഇതോടെ പറയേണ്ട ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അല്ലേ. HIV കുറിച്ചും എയ്ഡ്സിനെ കുറിച്ചൊക്കെ ഇവർ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ അല്ലേ. വട്ടത്തിൽ നിന്നോളൂ. രോഗം പറഞ്ഞു കൊടുക്കാനല്ലേ HIV കുറിച്ച് പറയാനാണ് വന്നേക്കണത്. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കലാരൂപം പറയാതെ നമുക്ക് പെട്ടെന്ന് HIV പോകാൻ പറ്റില്ലല്ലോ. അല്ല, ഇവര് ഈ കലാരൂപം തന്നെ ഇങ്ങനെ നോക്കിയെന്നാൽ ശരിയാവില്ല. വേഗം പറയാം. എല്ലാ വിശിഷ്ട വ്യക്തികളും വന്നിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് HIV കുറിച്ച് പകരുന്ന മാർഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഇവരോട് പറയാമല്ലേ. എന്ന വട്ടത്തിൽ നിന്നോ. ഞാൻ എന്താ പറയുക, പഴയ മനുഷ്യനായതുകൊണ്ട് എനിക്ക് അതെല്ലാം ഓർമ്മ വരും. പകരുന്ന മാർഗങ്ങളെല്ലാം നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? പകരുന്ന മാർഗങ്ങളെല്ലാം നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ? HIV പകരുന്ന മാർഗങ്ങളെല്ലാം നമ്മളറിയണം നാട്ടുകാരെ. HIV പകരുന്ന മാർഗങ്ങളെല്ലാം നമ്മളറിയണം നാട്ടുകാരെ. മാർഗങ്ങളിലൂടെ HIV മനുഷ്യരിൽ പകരുകയുള്ളൂ. നാല് മാർഗങ്ങളിലൂടെ HIV മനുഷ്യരിൽ പകരുകയുള്ളൂ. ഒന്നാമതായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ വരുന്നു. അണുബാധയുള്ള രക്തവും രക്ത ഉൽപ്പന്നങ്ങളിലൂടെ വരുന്നു. അണുബാധയുള്ള രക്തവും രക്ത ഉൽപ്പന്നങ്ങളിലൂടെ വരുന്നു. അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്കും വന്നു ചേരും. അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്കും വന്നു ചേരും. അണുമുക്തമാക്കാത്ത സൂചി, സിറിഞ്ച് എന്നിവയിലൂടെ വന്നു ചേരും. അണുമുക്തമാക്കാത്ത സൂചി, സിറിഞ്ച് എന്നിവയിലൂടെ വന്നു ചേരും. ലൈംഗിക സുഖം കിട്ടാൻ എന്നിട്ട് മാഷേ കെട്ടിയോളെ കളഞ്ഞുകൊണ്ട് പോയേരണ്ടളിയോ. അയ്യോ, പക്ഷെ കെട്ടിയോളെ കളഞ്ഞു എങ്ങോട്ടാ പോയ മാഷേ? സന്യസിക്കാനോ അതിനൊന്നുമല്ല പോയത്. വേറെ സ്ത്രീകളുടെ അടുത്തേക്കും വേറെ ചില ഇടങ്ങളിലേക്കും ഒക്കെ പോയതിന്റെ ഭാഗമായി എന്താ സംഭവിച്ചതെന്നറിയോ? എന്താ സംഭവിച്ചത്? ചെന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? ഡോക്ടർ പറഞ്ഞു ഒരുപാട് രക്തപരിശോധനകളൊക്കെ നടത്തണം പറഞ്ഞു. രക്തപരിശോധനകളോ? രക്തപരിശോധനകളെല്ലാം നടത്തി അതിന്റെ റിസൾട്ടുമായി ഡോക്ടറുടെ അടുത്തോട്ട് വന്നു. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? എന്താ മാഷാ പറഞ്ഞേ? ആൾക്ക് ലൈംഗിക രോഗമാണെന്ന്. ലൈംഗിക രോഗോ? ലൈംഗിക രോഗമുണ്ടായാൽ HIV ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണത്രേ. എന്നിട്ട് എന്താ ഡോക്ടർ പറഞ്ഞെന്നറിയാമോ? ലൈംഗിക രോഗ ചികിത്സകൾക്കായി ഈ പുലരി കേന്ദ്രത്തിൽ പോകണമെന്ന് പറഞ്ഞു. നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ഈ പുലരി കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ലൈംഗിക രോഗ ചികിത്സകൾക്കായി പുലരി കേന്ദ്രത്തിൽ പോകണമെന്ന്. ലൈംഗിക രോഗ ചികിത്സകൾക്കായി പുലരി കേന്ദ്രത്തിൽ പോകണമെന്ന്. ലൈംഗിക രോഗ ചികിത്സകൾക്കായി പുലരി കേന്ദ്രത്തിൽ പോകണമെന്ന്. അങ്ങനെ
അദ്ദേഹം നിരന്തരമായി ചികിത്സ നടത്തി അങ്ങനെ ലൈംഗിക രോഗം ഇല്ലാണ്ടായി എന്നാ പറയണത്. മനസ്സിലായോ? അല്ല മാഷേ, ആ. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. എന്താണടി നിങ്ങൾക്ക് അറിയില്ല എന്റെ ഭർത്താവ് ലോറി ഡ്രൈവറാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ആ, ലോറി ഡ്രൈവർ ആണല്ലോ. അതിനെന്താ, അദ്ദേഹം ലോറി ഓടിക്കുന്നത് കൊണ്ടല്ലേടി നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെന്താ? അതൊക്കെ ശരി തന്നെ മാഷേ. ആ. പക്ഷെ ഈ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാ വരിക? ഒരു മാസം 2 മാസമൊക്കെ കൂടുമ്പോഴല്ലേ അതെ, അതെ, ഈ അതെ. ലോഡൊക്കെ കിട്ടുന്നവരെ അവർ കുറെ ദിവസം അവിടെ ഇവിടെയൊക്കെ താമസിക്കുകയും ചെയ്യും. എടി, അത് ലോറി ഡ്രൈവർമാർ മാത്രമല്ലല്ലോ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഒക്കെ അങ്ങനെ തന്നെയല്ലേ. അവരൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ലേ വീടുകളിലേക്ക് വരുന്നത്. പിന്നെ നിന്റെ കെട്ടിയവന് മാത്രം എന്താടി പ്രശ്നം? അല്ല, നമ്മൾ നേരത്തെ പാടിയില്ലേ മാഷേ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എന്നൊക്കെ. ആ, അത് ശരിയാ. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്കകത്ത് പോയിട്ടുണ്ടെങ്കിൽ HIV പകരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം നീ ശ്രദ്ധിക്കേണ്ടത്, ട്രക്ക് ഡ്രൈവർമാർക്കിടയിൽ ട്രക്ക് സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അത് ഈ വാളയാർ പോലെയുള്ള ചെക്ക് പോസ്റ്റിൽ എറണാകുളത്തൊക്കെ നടക്കുന്നുണ്ട്. ആ സുരക്ഷാ പ്രോജക്റ്റിൻ്റെ ഭാഗമായി അവർക്ക് കോണ്ടം വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തുന്നുണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? അവരൊക്കെ സുരക്ഷിതമായ ലൈംഗിക ബന്ധങ്ങൾ തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ അവരുണ്ടല്ലോ, അവരുടെ HIV സ്റ്റാറ്റസും അറിയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? അപ്പൊ HIV നമ്മൾ എവിടെയാ പോയി പരിശോധിക്കുക? HIV, അത് ശരിയാ. HIV പരിശോധിക്കാൻ ഒരു പ്രത്യേകമായ സർവീസ് സെന്റർ ഉണ്ട് നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ. ആ കേന്ദ്രത്തിൻ്റെ പേരാണ് ജ്യോതിസ് എന്ന് പറയുന്ന കേന്ദ്രം. ജ്യോതിസ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ആരുമില്ലേ? ജ്യോതിസ് കേന്ദ്രത്തിൽ സൗജന്യമായിട്ടുള്ള HIV പരിശോധന നടക്കുന്നുണ്ട്. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചില ആശുപത്രികളിലും എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഈ കേന്ദ്രമുണ്ട്. അപ്പോൾ ഈ കേന്ദ്രത്തിൽ പോവുകയാണെങ്കിൽ സൗജന്യമായി നമുക്ക് HIV ചികിത്സ നടത്താനായിട്ട് സാധിക്കും. ഇവിടെ ലഭിക്കുന്ന HIV വിവരങ്ങൾ അത് അവിടെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ എനിക്ക് ഒരു സംശയം കൂടി ഉണ്ട്. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 മാസമായില്ലേ? അപ്പൊ ഞാനൊരു അമ്മയാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കൊക്കെ വരുന്നു നമ്മൾ പാടി. അമ്മയിൽ നിന്നൊന്നും കുഞ്ഞിലേക്ക് വരില്ല ചേച്ചി. അത് പാടിയതാ ബിജു ആണ്. എന്താണ് പാടിയത് നീ? ഇവള് തെറ്റായിട്ടാണല്ലോ കേട്ടേക്കണത്. അണുബാധയുള്ള ഗർഭിണിയിൽ നിന്നും കുഞ്ഞിലേക്കാണ് അങ്ങനെയാണ്. HIV അണുബാധ ഉണ്ടാവണം, എന്നിട്ട് എന്താവണം? പ്രസവിക്കണം, എന്നിട്ട് ആ കുഞ്ഞിലേക്ക് വരണം. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? എന്താണെന്നറിയോ? എന്താ മാഷേ? എല്ലാ ഗർഭിണികളും ആദ്യത്തെ 3 മാസത്തിൽ തന്നെ HIV പരിശോധിക്കുന്നുണ്ട്. ഇനി അഥവാ പരിശോധിക്കണില്ലെങ്കിൽ പ്രത്യേകമായി പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് HIV ആ അമ്മയ്ക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ കുട്ടിയിലേക്ക് വരാതിരിക്കാനുള്ള എല്ലാ ചികിത്സയും നമ്മുടെ ആശുപത്രികളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളം മാത്രമാണ് അണുബാധിതയായ ഗർഭിണിയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാത്ത ഏക സംസ്ഥാനം ഇന്ത്യയിൽ. കയ്യടിക്ക്. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകമായ നേട്ടമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് നീ ബേജാറാവണ്ട. നീ ഗർഭിണിയായ ആ നിമിഷം ഉണ്ടല്ലോ, ആശാപ്രവർത്തകരെ അവിടെ വരും, എന്നിട്ട് നിന്നെ കുടികൊണ്ട് പോയിക്കോളും. കേട്ടല്ലോ? ആശാപ്രവർത്തകരാതുകൊണ്ട് കയ്യടിക്കണത്. പ്രശ്നമുണ്ടല്ലോ. അങ്ങനാണെങ്കിൽ സുബീഷൻ ചോദിക്കാതെ പോണല്ലോ. എന്റെ ബിജോ, നീ എന്ത് വാർത്താനം ഇവരെ മയക്കുമരുന്ന് വല്ല കുത്തിവെക്കുന്നുണ്ടാടാ നീ? ഞാൻ മയക്കുമരുന്ന് കുത്തിവെക്കേ? എന്തിനാടാ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത്? ഞാൻ എന്തിന്റെ പരിപാടിക്ക് വന്നേ നിനക്കുള്ള ബോധമുണ്ടോ? നീ കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മുടെ കൂടെയല്ലേ? എന്താ പ്രശ്നം? എന്റെ കൈ കൊണ്ട് കാണിച്ചാ ഇവന്റെ കയ്യിൽ ടാറ്റു ഇല്ലേ? ഈ ടാറ്റുവിനെ പ്രശ്നം. ടാറ്റു അടിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞു. മാഷേ, ഞാൻ ഈ ടാറ്റു ഇവിടെ പാലക്കാട് വന്നിട്ടോ അല്ലാണ്ട് നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോഴോ അപ്പോഴൊന്നല്ല ഞാൻ കുത്തിയേ. ഞാൻ അങ്ങ് ഗോവയെ പോയിട്ടാ മാഷേ ടാറ്റു ചെയ്തേ. ഗോവയെ പോയിട്ടാണല്ലേ? എന്നാ പിന്നെ കണക്കായി. എടാ, നീ പോയി ടാറ്റു അടിച്ച കേന്ദ്രത്തില് എത്രയോ ടൂറിസ്റ്റുകൾ വന്ന് ടാറ്റു അടിച്ചിട്ടുണ്ടാവല്ലോ. എടാ, നീ ടാറ്റു അടിച്ച കേന്ദ്രം ആ സൂചിയില്ലേ, അത് അണുമുക്തമാക്കിയാണ് നിനക്ക് അറിയോ? അതിനെ കുറിച്ചുള്ള അറിവുണ്ടോ? എന്റെ ബിജു, ഒരു ടാറ്റു കേന്ദ്രത്തിൽ കയറി ചെന്നിട്ട് എനിക്ക് അണുമുക്തമാക്കിയ സൂചിയാണോ കുത്തി തരുന്നതെന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ ബിജു? അവിടെ എന്താണ് നീ പറയണത്? നിന്റെ സുരക്ഷ നോക്കണ്ട. 10-15 മുടക്കി അവൻ ടാറ്റു അടിക്കുന്നുണ്ട്. ആരുടെയൊക്കെയോ മേത്ത് കുത്തിയ സൂചി എടുത്ത് ഇവന്റെ മേത്ത് കുത്തുന്നല്ല. അപ്പൊ അവനക്കേ ഒരു ബോധമില്ല അവന്റെ. ഐ ലവ് യെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരോടെങ്കിലും നമുക്ക് സ്നേഹമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാ മക്കളെ അത് സൂക്ഷിക്കേണ്ടത്?
എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ചങ്കിൽ സൂക്ഷിക്കണം അല്ലേ? ചങ്കുകൾ അല്ലേ? ഇങ്ങനെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ തേച്ചോണ്ട് വരച്ചോണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? ബ്രേക്കപ്പ് ആയാൽ കുഴപ്പമാവും. പിന്നെ ഇവിടെ മുഴുവൻ അടിക്കേണ്ടി വരും. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ടാറ്റു കേന്ദ്രങ്ങളിലൂടെ HIV അണു വരാൻ സാധ്യതയുണ്ട്. അവരുടെ സൂചികൾ അണുമുക്തമാക്കിയതാണോ എന്ന് കൃത്യമായി പരിശോധിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നാം ആയിരക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ ഒരു പുതിയ സൂചി കൂടി വാങ്ങാൻ നാം മറന്നു പോകരുത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രയാസത്തിലാവും. ഞാനതല്ല പറഞ്ഞേ, എന്റെ കാര്യം കൂടി ഒന്ന് കേക്ക്. മയക്കുമരുന്ന് അതൊന്നും നീ പറയേണ്ട കാര്യമില്ല. നീ എന്തായാലും കുത്തിവെച്ച ആളാണ്. നീ എന്തായാലും പോയിട്ട് ജ്യോതിഷ് കേന്ദ്രത്തിൽ നിന്ന് HIV ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം തന്നെ നിങ്ങളെ തീരുമാനമല്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യാം. അല്ലാതെ എന്താ ചെയ്യാ? എന്തായാലും നമ്മളിപ്പോ ഇവിടെ നിർത്താണ്. പാലക്കാട് ജില്ലാ ആശുപത്രി അതുകൊണ്ട് പോകണം. വിചാരിക്കുന്ന വിചാരിക്കണം. ഇതൊന്നും പറയേണ്ട ഈ കാര്യം. അപ്പോൾ HIV അണുബാധയുണ്ടെങ്കിൽ ഉഷസ് എന്ന ഈ കേന്ദ്രത്തിലാണ് പോകേണ്ടത്. ഉഷസ് കേന്ദ്രത്തിലുള്ള ART എന്ന് പറയുന്ന ആൻറ്റി റീട്രോ വൈറൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് HIV ലോഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദീർഘകാലം നിനക്ക് വളരെ സുഖമായി ജീവിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നീ ഒന്നും കൂടി ബേജാറാവണ്ട. ഏതായാലും വട്ടത്തിൽ നിൽക്ക്. HIV അണുബാധ സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അത് ഞങ്ങൾ നമ്പർ കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാം. പ്രമുഖരായ വ്യക്തികളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. 1097 എന്നാണ് ഈ ടോൾ ഫ്രീ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഏതു സമയത്തും 24 മണിക്കൂറും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ ഈ ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് ലഭ്യമാകും. അപ്പോൾ HIV-യെ പറ്റി കൂടുതലറിയാൻ 1097 വിളിക്കൂ. HIV-യെ പറ്റി കൂടുതലറിയാൻ 1097 വിളിക്കൂ. HIV-യെ പറ്റി കൂടുതലറിയാൻ 1097 വിളിക്കൂ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നായി നിൽക്കാം. അങ്ങനെ നമുക്ക് HIV-യെ 0-ലേക്ക് കൊണ്ടുപോകാം. ഒന്നായി നിന്നുകൊണ്ട് 0-ലേക്ക് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാന പാട്ട് പാടണില്ല, സമയം വൈകിട്ടുണ്ട്. ഏതായാലും പിന്നീട് കാണാം. എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. നന്ദി. ഹലോ